നാദാപുരത്ത് മുല്ലപ്പള്ളിക്കെതിരെ ആദ്യം ഒരു പോസ്റ്റർ വന്നു. അതായത് മുല്ലപ്പള്ളി അവിടെ മത്സരിക്കുകയാണെങ്കിൽ, അതായത് ഈ നാദാപുരം മേഖല എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യമുള്ള അല്ലെ പ്രാതിനിധ്യമുള്ള ഏരിയയാണ്. അവിടെ ആദ്യം ഒരു പോസ്റ്റർ വന്നു. അതായത് മുല്ലപ്പള്ളി മത്സരിക്കുകയാണെങ്കിൽ നിലം തൊടാതെ പറപ്പിക്കും എന്നുള്ള രീതിയിലൊരു പോസ്റ്റർ വന്നു. ഈ പോസ്റ്ററിനെതിരെ ഇന്ന്, അതിനെതിരെ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ, അതായത് ഇന്ന് മുല്ലപ്പള്ളിയെ അനുകൂലിച്ചുകൊണ്ടൊരു പോസ്റ്റർ ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ അവിടെ പതിപ്പിച്ചു. അതായത് മുല്ലപ്പള്ളിയെ അപമാനിക്കുന്ന പവർ ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് പോസ്റ്ററിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരത്തെ മുതലേ നമ്മളായാലും ചർച്ച ചെയ്തിട്ടുണ്ട് കോൺഗ്രസിനുള്ളിൽ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെ, ഇപ്പം അതിനെ നമ്മൾ ശരിവെക്കാം, നമുക്ക് വേണമെങ്കിൽ ശരിവെക്കാവുന്ന രീതിയിൽ തന്നെയുള്ള ഒരു പോസ്റ്ററുകളാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം മുല്ലപ്പള്ളിയെ അനുകൂലിച്ചുകൊണ്ട് തന്നെ, മുല്ലപ്പള്ളിക്ക് പൂർണ്ണ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് തന്നെ. നമ്മളിതിനെ എങ്ങനെ കാണും? ഇതില് മുല്ലപ്പള്ളി എന്ന് പറയുന്ന നേതാവ് എല്ലാ കാലത്തും പാർട്ടിക്കുള്ളിൽ വേട്ടയാടപ്പെട്ട ഒരു നേതാവാണെന്ന് തന്നെ സംശയലേശമന്യേ നമുക്ക് പറയാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുല്ലപ്പള്ളി പല ആവർത്തി MP ആയിട്ടും MLA എന്നുള്ള നിലയിലൊക്കെ ഇരുന്ന ഒരാൾ തന്നെയാണ്. പിന്നെ KPC അധ്യക്ഷൻ എന്നുള്ള സ്ഥാനത്തേക്ക് ഇരുന്ന ഒരാൾ തന്നെയാണ് ആ മുല്ലപ്പള്ളി. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ശക്തമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് മര്യാദയ്ക്ക് ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് മുല്ലപ്പള്ളിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മുല്ലപ്പള്ളി ഉള്ള സമയത്ത് തെന്നല ബാലകൃഷ്ണപിള്ള പരാജയപ്പെട്ട ഒരു കാര്യമാണ്. തെന്നല ഇതുപോലെ തന്നെയായിരുന്നു, ഈ പാർട്ടിയെ ഗ്രൂപ്പില്ലാതെ കൊണ്ടുപോകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ആ തെന്നല ബാലകൃഷ്ണപിള്ള ഇരിക്കുന്ന സമയത്തും തന്നെ പുള്ളിക്കും ഇതുപോലെ ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പറയുന്ന പോലെ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പം എല്ലാ കാലത്തും അതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഇടയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന് സ്വയം ഇല്ലാതായി പോയി. ഇനിയിപ്പോ ഒരു രാഷ്ട്രീയ ഭാവിയൊന്നും മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ വയസ്സായ കാലത്തൊന്നും അർഹിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇനി അതിനുള്ള ഒരു അംഗത്തിനുള്ള ബാല്യവുമില്ല. അപ്പൊ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പവർ ഗ്രൂപ്പ് ഉണ്ട്. ആ UDFനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരിൽ നിശ്ചിതമാണ്. പണ്ടും ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരിക്കലും ശക്തമായ ഒരു പാർട്ടി അല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അടിത്തറ, മുല്ലപ്പള്ളി എന്ന് പറഞ്ഞ കാര്യമാണ്, അടിത്തറ ഒട്ടും ശക്തമായ പാർട്ടിയേ അല്ല കോൺഗ്രസ് പാർട്ടി. കാരണം അതൊരിക്കലും മുന്നോട്ട് പോയില്ല. ഇനിയിപ്പോ ഈ അടുത്ത സമയത്ത് മുല്ലപ്പള്ളി പറഞ്ഞല്ലേ, ഇവിടെ ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യതയാണ് കൂടുതലുള്ളതെന്ന് മുല്ലപ്പള്ളി ഒരു ഘട്ടത്തിൽ പറഞ്ഞു. കാര്യം എന്താ, കോൺഗ്രസ്സുകാർ തമ്മിൽ നിലനിൽക്കുന്ന തമ്മിത്തർക്കവും ഈ പറയുന്ന പോലെ ഒരു കാര്യത്തിൽ വിഭിന്ന അഭിപ്രായം, ഐക്യകണ്ഠേന ഒരു തീരുമാനം കോൺഗ്രസിനുള്ളിൽ പാസ്സാക്കി എടുക്കാൻ സാധ്യമല്ല. കഴുത്തിന് കുത്തിപ്പിടുത്തവും ഒക്കെ നടക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇടാന്ന് പറഞ്ഞിട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന അത്രയും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവാണ് മുല്ലപ്പള്ളി. ആ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഒരാളെ കൊണ്ടുപോയ സമയത്ത്, പ്രമോദ് കക്കട്ടലിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഷാഫി പറമ്പിൽ പിടിച്ചൊരു തള്ളു കൊടുത്തു. ആ തള്ളിൽ ഉരുണ്ടു വീണത് ഇരിക്കുന്നതും കണ്ടു ഉരുണ്ടു പിടച്ച് വീഴുകയും ചെയ്തു. പ്രായത്തെങ്കിലും ബഹുമാനിക്കേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാർട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം K. സുധാകരൻ എന്ന് പറയുന്ന നേതാവ്, സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് ഒരു പറ്റം ആൾക്കാർ വരുന്നുണ്ട്, സുധാകരന് സീറ്റ് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുധാകരൻ സീറ്റിന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സുധാകരനെ പോലൊരു നേതാവിനെ ഇനിയും എന്തിനാണ് പാർട്ടി ചുമക്കുന്നത് എന്നുള്ളൊരു ചോദ്യം മറുഭാഗത്തുണ്ട്. സുധാകരനെ പോലുള്ള ഒരാളെ എന്തിന് വീണ്ടും പാർട്ടി ഒരു സ്ഥാനമാനങ്ങൾ കൊടുത്തുകൊണ്ട് കൊണ്ടുവരണം എന്ന് പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം കരുതുന്നുമുണ്ട്. തന്നെയുമല്ല, സുധാകരൻ ഇപ്പോൾ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ AICCയുടെ തീരുമാനങ്ങളെ മറികടക്കുന്നതാണ്. ഇപ്പം നമ്മൾ സുധാകരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സമയത്ത് സണ്ണി ജോസഫ് തന്നെ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഇത് ആവശ്യമില്ലാതെ പറയുകയാണ്, ആരും സ്വയം സ്ഥാനാർത്ഥി ചമയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവാദങ്ങൾ K. സുധാകരനെതിരായി പോലും നടക്കുന്ന ഒരു സമയം. അപ്പോഴാണ് പലയിടങ്ങളിൽ നാദാപുരം അടക്കമുള്ള, ഇടയ്ക്ക് ബേപ്പൂരല്ല അതിനെ കൊയിലാണ്ടിയിൽ പരിഗണിക്കുന്നു എന്ന് കേട്ടു, കണ്ണൂര് പരിഗണിക്കുന്നു, ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് ഇങ്ങനെയൊക്കെ വെറും വാക്കുകൾ കൊണ്ട് നടക്കേണ്ട ഒരു നേതാവാണോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ? അല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം അത്രത്തോളം സീനിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. ഈ പറയുന്ന സീനിയർ നേതാവ് ഒന്നുകിൽ തനിക്ക് പറ്റാത്ത സാഹചര്യമാണ്, ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല എല്ലായിടത്തും ചാടിക്കറി പോയിട്ട് കാര്യമൊന്നുമില്ല. ഇതേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിവരക്കേട് വിളിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഈ പറയുന്ന ശൈല ടീച്ചറെ വിളിച്ച് കോവിഡ് റാണി എന്നും റോക്കിംഗ് സ്റ്റാർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കളിയാക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതേ മുല്ലപ്പള്ളി രാമചന്ദ്രനെ സ്വന്തം പാർട്ടി വെട്ടിനിരത്തിയ ഒരു വലിയ സാഹചര്യം ഉണ്ടായി.
ആ സാഹചര്യം അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു ചുമതല ഉമ്മൻചാണ്ടിക്ക് കൊടുത്തു. അതിന്റെ കൂട്ടത്തിൽ തന്നെ 6 7 ഒക്കെ ആയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പാർട്ടി പരാജയപ്പെടുന്നു, കോൺഗ്രസ് പാർട്ടി പരാജയപ്പെടുന്നു. കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഇതിനകത്ത് വലിയ അതിന്റെ ചുമതലകൾ ഇല്ലാതിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പള്ളി രാമചന്ദ്രനെ വെട്ടിനിരത്തി. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാര്യമായിട്ട് എന്ന് വെച്ചാൽ ഈ ചുമതല ഏറ്റുവാങ്ങിയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞ 140 മണ്ഡലങ്ങളിലും ഒരു പ്രചാരകനായിട്ട് ഈ 140 മണ്ഡലങ്ങളിൽ ഓടിപ്പോണം. തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്താൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാര്യം അവിടെ നിൽക്കുന്ന UDFന്റെ എല്ലാ നേതാക്കന്മാരുടെയും അല്ലെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെയും മണ്ഡലങ്ങളിൽ പോയി പ്രസംഗിക്കാനുള്ള ഒരു ഗതികേട് ഈ പറയുന്ന നേതാക്കന്മാർക്കുണ്ടാവും. അപ്പൊ അങ്ങനെ ഈ അക്ഷീണം പരിശ്രമിച്ചു UDF. കാര്യം KPCC അധ്യക്ഷനായിരിക്കുന്ന സമയമാണ്. KPCC അധ്യക്ഷൻ അങ്ങനെ ഒരു ചുമതല കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പോയി ഈ 140 മണ്ഡലങ്ങളിലും പോയി സംസാരിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യണം. ഓരോ മണ്ഡലങ്ങളിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെയും വിജയം ഉറപ്പാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. പക്ഷേ അങ്ങനെയൊക്കെ പോയി തിരിച്ചു കറങ്ങി വന്നു. പക്ഷെ അന്ന് UDF 2021 തെരഞ്ഞെടുപ്പിൽ പരാജയം അടയുന്നു. അങ്ങനെ 2021 തെരഞ്ഞെടുപ്പിൽ പരാജയം അടഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകുന്നു, ഉടനെ KPCC അധ്യക്ഷൻ മാറണം. കാര്യം KPCC അധ്യക്ഷന്റെ കുഴപ്പം കൊണ്ടാണ് ഇവിടെ പരാജയപ്പെട്ടത് എന്ന് പറഞ്ഞു. അതിന് തൊട്ടു മുമ്പ് 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ 19 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 19 സീറ്റാണ് UDF തൂത്തുവാരിയത്. എന്നാൽ അന്ന് ഒരാൾ പോലും വിളിച്ചിട്ട് കൊള്ളാം, നല്ല പ്രവർത്തനമാണ് KPCC അധ്യക്ഷൻ നടത്തിയത്, അല്ല KPCC അധ്യക്ഷൻ നല്ലൊരാളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ വിജയം ഇവിടെ കരസ്ഥമാക്കാൻ UDFന് കഴിഞ്ഞത് എന്നൊന്നും ആരും വിളിച്ച് ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെയെല്ലാം ഇദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തുകയാണ്. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്വാസം വിടാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ, അതായത് ആ തോൽവിയിൽ നമ്മൾ ദീർഘനിശ്വാസം വിടുമല്ലോ, അങ്ങനെ ഒരു ദീർഘനിശ്വാസം വിടുന്നതിന് മുൻപ് തന്നെ ഒരു തീരുമാനം വരുന്നു, എത്രയും പെട്ടെന്ന് KPCC അധ്യക്ഷൻ മാറണം. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഒഴിവാക്കി വിട്ടിട്ട് പകരം അവിടെ K സുധാകരനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കണം എന്ന് പറയുന്ന ഒരു തീരുമാനം 2021 ഉണ്ടാകുന്നു. അങ്ങനെ പെട്ടെന്ന് പിടിച്ചു മാറ്റുന്നു. അതിന് പറയുന്ന ഒരു ബലിമൃഗത്തെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് പറയുന്നത്. ഒരു ബലിമൃഗത്തെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു ബലിമൃഗമായി തന്നെ കാണുകയും തന്റെ കുറ്റം കൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടി വലിയ പരാജയത്തിലേക്ക് പോയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് നീരസം ഉണ്ടായ കാര്യം, അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ കഴിവുകൊണ്ടാണ് ഇവിടെ വിജയമുണ്ടായത് എന്ന് പറയാൻ ഒരു നേതാവിനെയും കണ്ടില്ല, ഒരാൾ പോലും അതിനെ അംഗീകരിക്കുകയും ചെയ്തില്ല. അപ്പൊ അങ്ങനെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അന്ന് വിഷമമുണ്ടായി. അന്ന് പിന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് ഫാദർലെസ് ജോബ് എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് അത്യാവശ്യം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് അത് ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ആണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആ ഒരു സ്ഥിതിയെ വിശേഷിപ്പിച്ചത്. എന്നിട്ട് പോലും വീണ്ടും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിനുശേഷം മുല്ലപ്പള്ളി ഏറെക്കാലം ഒരു പകുതി വനവാസം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു. കാര്യം തെരഞ്ഞെടുപ്പിന്റെ ഒരു മേഖലയിൽ പോലും മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഉൾക്കൊള്ളിച്ചിരുന്നില്ല. അദ്ദേഹത്തെ വീണ്ടും ഒരു പ്രതീക്ഷ കൊടുത്തുകൊണ്ടാണ് ഇത്തവണ പലയിടങ്ങളിലും മുല്ലപ്പള്ളിയെ പരിഗണിക്കാം. ഇപ്പൊ നാദാപുരം അടക്കമുള്ള ഇപ്പൊ ഈ പുറത്തു വന്ന ഈ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, ഇപ്പൊ ഈ പതിപ്പിച്ച പോസ്റ്റർ, അതിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അതായത് ഇപ്പോഴും മുല്ലപ്പള്ളിയെ ആവശ്യമുള്ള ഒരു വിഭാഗം ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അത് ഒരുപക്ഷെ മുല്ലപ്പള്ളി ആവശ്യമുള്ള ഒരു വിഭാഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് പാർലമെന്ററി രംഗത്ത് ഒരുപാട് തവണ ഇരുന്ന ഒരു നേതാവ് തന്നെയാണ് ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു ഘട്ടത്തിൽ പോലും മുല്ലപ്പള്ളി ഇനി വന്നു കഴിഞ്ഞാൽ മികച്ച ഒരു പാർലമെന്റേറിയൻ ആകുമെന്നോ അല്ലെങ്കിൽ മികച്ച ഒരു മന്ത്രിയായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുമെന്നോ ഒന്നും ആർക്കും അഭിപ്രായമൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ അങ്ങനെ ഒരു പോസ്റ്റർ വരുന്ന മുല്ലപ്പള്ളി തന്നെ രാത്രി എഴുതി ഒട്ടിച്ചാവാനാണ് സാധ്യത. മുല്ലപ്പള്ളിയുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും 10 പേരുണ്ടെന്നുണ്ടെങ്കിൽ അവരാരെങ്കിലും എഴുതി ഒട്ടിച്ച പോസ്റ്റർ ആവാനേ തരമുള്ളൂ. അല്ലാതെ മുല്ലപ്പള്ളിയെ ഹാർഡ് കോറായിട്ട് മുല്ലപ്പള്ളി തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നും എവിടെയെങ്കിലും MLA ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാറണമെന്നും ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ. മുസ്ലിം ലീഗിന് മുല്ലപ്പള്ളി വരുന്നതിനോട് വലിയ താല്പര്യമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും മുല്ലപ്പള്ളിയെ കുറിച്ച് ആൾക്കാരുടെ മനസ്സിലുള്ള ധാരണ പാർട്ടിയെ തോൽപ്പിച്ച ഒരാൾ എന്നുള്ള ഒരു ധാരണ തന്നെയാണ് ഇപ്പോഴും മുല്ലപ്പള്ളിയെ കുറിച്ച് എല്ലാവർക്കും ഉള്ളത്. കാര്യം ഒരു കഴിവുകെട്ട ഒരു KPCC അധ്യക്ഷൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് എന്ന് പല ആവർത്തി അദ്ദേഹം ഇരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അല്ലെങ്കിൽ അതിനുശേഷവും ഉയർന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം K സുധാകരൻ വന്ന് അദ്ദേഹത്തിൻ്റെതായ ചില ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോഴാണ് കോൺഗ്രസ് ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നുള്ളൊരു ധാരണ വന്നത്. ഒരുപക്ഷെ K സുധാകരൻ ശക്തനായി അതിനകത്ത് തുടർന്നിരുന്നെങ്കിൽ, KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടർന്നിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഒരു പ്രശ്നത്തിലേക്ക് പോകില്ലായിരുന്നു. അപ്പം ഇപ്പം മുല്ലപ്പള്ളി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇപ്പം പണ്ട് ഗ്രൂപ്പുകൾ എയും ഐയും ആയിരുന്നെങ്കിൽ ഇന്നത് മാറി
4-5 ഗ്രൂപ്പുകളിലേക്ക് കോൺഗ്രസ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത അദ്ദേഹം പറഞ്ഞു. അപ്പൊ ആ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നു. അതാണ് തന്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. കാരണം ഇവരെ ആരെയും കൊണ്ടുപോകാൻ കഴിയില്ല, ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ താൻ ഏറ്റവും കഴിവ് കുറഞ്ഞ ഏറ്റവും മോശപ്പെട്ട ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് തന്റെ ദൗർബല്യം മാത്രമാണ് എന്നുള്ള കാര്യം കൃത്യമായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പല ആവർത്തി തുറന്നു പറഞ്ഞതാണ്. ഇപ്പോ മുല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തിരിച്ച് മടങ്ങി വരുന്നിട്ട് പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് ഇനിയിപ്പോ ഒന്നും ചെയ്യാനൊന്നുമില്ല. മുല്ലപ്പള്ളി അപ്രസക്തനായെന്നേ. ഇനിയിപ്പം വന്നിട്ട് എന്ത് ചെയ്യാനാ? മുല്ലപ്പള്ളിയെ ഇപ്പോൾ ഒരു നേതാവിനെ ഇനി കൊണ്ടുവന്ന് മന്ത്രിസഭയിൽ എത്താൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത മുല്ലപ്പള്ളി ജയിച്ചാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ മുന്നണി ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കാട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഇപ്പൊ പവർ ഗ്രൂപ്പ് പലരുടെ കയ്യിലായിട്ട് ചെതറി കിടക്കുന്ന ഒന്നാണ്. അതായത് ഞാൻ നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓരോരുത്തരും ഓരോ പാർട്ടിയാണ്, ഓരോ കോൺഗ്രസ് പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പം ചെന്നിത്തല ഒരു പാർട്ടിയായിട്ട് മാറുന്നു, VD സതീശനും സംഘവും ഒരു പാർട്ടിയായി മാറുന്നു, K സുധാകരൻ അദ്ദേഹത്തിന്റെ ഒരു പാർട്ടി ഉണ്ട് അതിനകത്ത്, സണ്ണി ജോസഫ് പിന്നെ VD സതീശന്റെ ഗ്രൂപ്പിൽ നിന്നല്ലേ പറ്റൂ. കാര്യം UDF ചെയർമാനും KPC അധ്യക്ഷനുമാണല്ലോ. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ നിന്നേ പറ്റുള്ളൂ. പിന്നെ KC വേണുഗോപാലിന്റെ ഒരു ചേരി വേറെയുണ്ട്. ഇത് കൂടാതെ ന്യൂനപക്ഷങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നിൽക്കുന്ന ഷാഫി പറമ്പലിന്റെ ഒരു ചേരിയുണ്ട്. അപ്പൊ ഇവിടെ പലയിടങ്ങളിലും ഈ പറയുന്ന ഇപ്പൊ കോഴിക്കോട് MP ആയിട്ടിരിക്കുന്ന MK രാഘവന്റെ ഒരു ഇടപെടൽ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി ഒരു പവർ ഗ്രൂപ്പുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി. ഇപ്പൊ നമ്മൾ എത്രയൊക്കെ പറഞ്ഞിരുന്നാലും ഇവരുടെ ഉള്ളിലെ ഈ പ്രശ്നം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കോൺഗ്രസ് നയിക്കുന്ന UDF എന്ന് പറയുന്ന മുന്നണിക്ക് ശക്തമായ ഒരു വോട്ടിംഗ് നിലയോടുകൂടി അധികാരത്തിലേക്ക് വന്നെത്താൻ സാധിക്കില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പൊ പുതിയ വന്ന ഒരു പ്രീപോൾ സർവേ മാതൃഭൂമി നടത്തിയിട്ട് പോലും ഇവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉണ്ടാകും, പക്ഷെ മേൽക്കൈ നേടുന്നത് LDF ആണ് എന്ന് പറയുന്നു. അപ്പം അതിന്റെ അർത്ഥം ഇവിടെ ഒരു കൃത്യമായി പറഞ്ഞൊരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ UDF നല്ല രീതിയിൽ ഇവിടെ വിജയിക്കും എന്നുള്ള ഒരൊറ്റ പ്രഖ്യാപനത്തിൽ നിന്ന് തന്നെ. പക്ഷെ ഇങ്ങനെ ഒരു ഇഞ്ചോടിഞ്ചി പോരാട്ടം, എന്നിട്ട് വന്നാൽ 10 വർഷം ഒരു സർക്കാർ ഭരിച്ചിട്ടും ആ സർക്കാരിന് എതിരായി ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ UDFന് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ഒരു പ്രീപോൾ സർവേ ഫലം വരുത്തില്ല. കാരണം അവര് 140 മണ്ഡലങ്ങളിലും അവർ നടത്തിയ ഒരു സർവേയുടെ ഭാഗമായിട്ടാണ് അവർ അങ്ങനെ ഒരു ഫലം പ്രസിദ്ധീകരിക്കുന്നത്. അതിന്റെ അർത്ഥം UDF ഇപ്പോഴും മികച്ച ഒരു നിലയിലല്ല ഇപ്പൊ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെ കോൺഗ്രസ് പാർട്ടി മികച്ച ഒരു നിലയിലൊന്നും അല്ല. കാരണം ഇപ്പം തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പുമായിട്ട് മുന്നോടിയായിട്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് അനുബന്ധിച്ചുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയൊരു സ്ഫോടനത്തെ നമ്മൾ മുൻകൂട്ടി കാണണം. അതിന്റെ ഒരു ആദ്യ പടി ഇപ്പൊ പലയിടങ്ങളിലും പോസ്റ്റർ പ്രചരണം വന്നു കഴിഞ്ഞു. ഇപ്പം തിരുവനന്തപുരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് CMP നേതാവായ പിന്നെ CP ജോണിനെ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകൾ കോൺഗ്രസ്സുകാർ ഒട്ടിച്ചു തുടങ്ങി. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് വെച്ചാൽ VS ശിവകുമാർ ആണെന്ന് പറയേണ്ടി വരും. ശിവകുമാറിന് ആ മണ്ഡലം, തിരുവനന്തപുരം മണ്ഡലം കൈവച്ചുകൊണ്ടിരിക്കണം. തിരുവനന്തപുരം മണ്ഡലം അവരുടെ ഒരു പ്രസ്റ്റീജിയസ് മണ്ഡലമായി തന്നെയാണ് അവർ കരുതുന്നത്. അപ്പം അവിടെയും പോസ്റ്റർ പ്രചരണം വന്നു തുടങ്ങി. ഇനിയിപ്പോൾ പലയിടങ്ങളിലും നമ്മൾ ഇതിനു മുമ്പും പോസ്റ്റർ പ്രചരണം നമ്മൾ കണ്ടാണ്. സുധാകരനെതിരായിട്ട് പോസ്റ്റർ പ്രചരണം വന്നു, സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റർ പ്രചരണം വരുന്നു, ഫേസ്ബുക്കിൽ എഴുത്തു വരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്റർ പ്രചരണം, നമുക്ക് അബിൻ വർക്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തനംതിട്ടയിൽ പോസ്റ്റർ പ്രചരണം നടക്കുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ കോൺഗ്രസ്സുകാരുടെ ഒരു പ്രധാന രീതിയാണ് ഈ പോസ്റ്റർ പ്രചരണം എന്ന് പറഞ്ഞാൽ. ഇതേ അറിയൂ ഇതും, അതായത് പോസ്റ്റർ പതിപ്പിക്കലും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പോസ്റ്ററുകളും. അതെ. അപ്പൊ ഇങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ ഇതുകൊണ്ടുള്ള ഒരു നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ കലക്കമുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ മുന്നണിക്കകത്ത് ഇപ്പം CP ജോൺ എന്ന് പറയുന്ന നേതാവിനെതിരായിട്ട് ഞാൻ കണ്ടതിൽ വെച്ച് നല്ലൊരു നേതാവ് തന്നെയാണ് CP ജോൺ. അപ്പൊ CP ജോൺ എന്ന് പറയുന്ന നേതാവിനെതിരായി അങ്ങനെ ഒരു അതും ഘടകകക്ഷിപ്പെട്ട ഒരു നേതാവിനെതിരെ ഇങ്ങനെയൊക്കെ എഴുത്ത് സംഭവിക്കുമ്പോൾ UDFന്റെ സംഘടനാ സംവിധാനം അല്ലെങ്കിൽ മുന്നണി സംവിധാനം എത്രത്തോളം ദുർബലമാണ് എന്നാണ് ജനം മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ സ്വന്തം പാർട്ടിക്കുള്ളിലോ സ്വന്തം മുന്നണിക്കുള്ളിലോ നിന്നുകൊണ്ട് മികച്ച ഒരു തലം സൃഷ്ടിക്കാൻ 10 വർഷം ഒരു സർക്കാർ അധികാരത്തിൽ ഇരുന്ന ആ സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടി മികച്ച രീതിയിൽ ഒരു യൂണിറ്റി ഇപ്പോഴും അവർക്കിടയിൽ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു വല്ലാത്ത പരിതാപകരമായ അവസ്ഥയാണ്. അതിന്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണം ഞാൻ പറയുന്നില്ല, ഇനിയും ഉദാഹരണങ്ങൾ നിരവധി പോസ്റ്റർ പ്രകടനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുത്തേക്ക് വരും. ഇത് സത്യത്തിൽ അത് പിന്നെ അതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുല്ലപ്പള്ളിയുടെ തല തന്നെ ആവാനാണ് സാധ്യത. അല്ലെ ഇത്രയും മണ്ടത്തരം ഈ വൈകിയ വേള ഇരുന്നുകൊണ്ട് ആരും കാണിക്കത്തില്ല എന്നാണ് ഞാൻ അഭിപ്രായം.